നമസ്കാരം. കേരള പോലീസ് വേണമെന്ന് വെച്ചാൽ ഏത് റോബിൻ ഹുഡും കുടുങ്ങും. സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ കള്ളനെ കണ്ടെത്താൻ പോലീസ് നടത്തിയത് മിന്നൽ നീക്കങ്ങൾ. അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലെ അതിവേഗ ഇടപെടൽ. ശനിയാഴ്ച പുലർച്ചെ മോഷണത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട കള്ളൻ ഇർഫാൻ മുഹമ്മദിനെ കർണാടക പോലീസിന്റെ സഹായത്തോടെ അതേ ദിവസം വൈകിട്ട് 5 മണിയോടെ ഉടുപ്പിയിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏകദേശം 14 മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് പ്രതിയെ പൊക്കി. 2021 വിഷുദിനത്തിൽ ഭീമ ജ്വല്ലറി ഉടമ ഡോക്ടർ ബി ഗോവിന്ദന്റെ തിരുവനന്തപുരം കവടിയാറിലെ വീട്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ വില വരുന്ന ആഭരണങ്ങളും 60,000 രൂപയും കവർന്നത് താനാണെന്ന് മുഹമ്മദ് ഇർഫാൻ സമ്മതിച്ചതായിട്ടാണ് വിവരം. അന്ന് കാട്ടാത്ത ജാഗ്രത ഇന്ന് പോലീസ് സ്വീകരിച്ചു. അതാണ് കള്ളനെ കുടുക്കിയത്. കേരളക്കരയിലെ CBI സിനിമകളുടെ ബ്രാൻഡ് അംബാസഡറാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. കോട്ടയം ജില്ലയിലെ ചെമ്പ് സ്വദേശിയായ മമ്മൂട്ടിയുടെ സേതുരാമയ്യർ പതിറ്റാണ്ടുകളായി മലയാളക്കരയിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ മമ്മൂട്ടിയുടെ നാട്ടുകാരനാണ് പി രാജ്കുമാർ എന്ന അസിസ്റ്റന്റ് കമ്മീഷണർ. വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് ശിക്ഷ വാങ്ങിക്കൊടുത്ത അന്വേഷണ സംഘത്തെ നയിച്ചത് അന്ന് ശാസ്താംകോട്ട DYSP കൂടിയായിരുന്ന പി രാജ്കുമാർ ആയിരുന്നു. കേരള പോലീസിന്റെ കുറ്റാന്വേഷണ വിഭാഗത്തിൽ മികവ് പുലർത്തുന്ന ഉദ്യോഗസ്ഥനാണ് രാജ്കുമാർ. സൂര്യനെല്ലി കേസ് പ്രതി ധർമ്മരാജനെ തമിഴ്നാട്ടിൽ പോയി പൊക്കിയത് അടക്കം നിരവധി പ്രമാദമായ കേസുകളിലെ അന്വേഷണ മികവ് കൊണ്ട് ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഈ വ്യക്തിയാണ് 14 മണിക്കൂറിനുള്ളിൽ മുഹമ്മദ് ഇർഫാനെയും പൊക്കിയതിൽ നിർണായക പങ്ക് വഹിച്ചത്. ക്രിമിനലുകളുടെ പേടിസ്വപ്നമാണെങ്കിലും നാട്ടുകാരുടെ കണ്ണിലൂണിയാണ് അദ്ദേഹം. ഇതുവരെ ചാർജ് വഹിച്ച സ്റ്റേഷൻ പരിധികളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഉദ്യോഗസ്ഥനാണ് രാജ്കുമാർ. വിസ്മയ കേസിൽ 10 വർഷം ശിക്ഷ ലഭിക്കാൻ പാകത്തിന് തെളിവുകൾ ശേഖരിച്ചതിൽ DYSP രാജ്കുമാറിനും നല്ലൊരു പങ്കുണ്ട്. കേസിൽ ഏറ്റവും ശക്തമായ തെളിവായി മാറിയത് ഡിജിറ്റൽ തെളിവുകളായിരുന്നു. ഈ തെളിവുകൾ സാങ്കേതിക പരിശോധനയിലൂടെ വീണ്ടെടുത്താണ് കേസിൽ പ്രതിഭാഗം വാദങ്ങളെ പൊളിച്ചത്. ഇതേ കരുതലോടെ ജോഷിയുടെ വീട്ടിലെ മോഷണശേഷം തെളിവുകൾ അതിസമർത്ഥമായി അദ്ദേഹം വിശകലനം ചെയ്തു. CCTV ദൃശ്യങ്ങളിലെ അവ്യക്തതകളൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് രാജ്കുമാർ ഉറപ്പിച്ചു. അങ്ങനെ ഇർഫാൻ മുഹമ്മദ് കുടുങ്ങി. ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന പൊതുബോധത്തിന് മാറ്റം വരുത്തി ആ വിധത്തിലുള്ള ഇടപെടലുകളാണ് ഈ ഉദ്യോഗസ്ഥൻ നടത്തിയത്. ക്രമസമാധാന പാലനത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ശൈലി. 2006-2009 കാലഘട്ടത്തിൽ വെല്ലൂർ പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ചേർന്ന് സ്റ്റേഷൻ പരിധിയിൽ നടപ്പിലാക്കിയ നൈറ്റ് പെട്രോളിംഗ് പദ്ധതിയും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കോട്ടയം പാലായിലെ മരിയ ഭവനവും പെരുമ്പാവൂരിലെ അഭയാസദനവും ഫോർട്ട് കൊച്ചിയിലെ ഗുഡ് ഹോപ്പും ആശ്വാസ ഭവനുമൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാരുണ്യം അനുഭവിച്ചറിഞ്ഞവരാണ്. അങ്ങനെ റോബിൻഹുഡ് സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ കവർച്ചക്കാരനും കുടുങ്ങുകയായിരുന്നു. സിനിമയെ വെല്ലും വിധമുള്ള അന്വേഷണം അറിഞ്ഞ് ജോഷിയും നന്ദി പറഞ്ഞു. ഇന്ത്യയിലെങ്ങും വൻ നഗരങ്ങളിൽ സമ്പന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായത്. മോഷ്ടിച്ച പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഇയാൾ ബീഹാർ റോബിൻഹുഡ് എന്നാണ് അറിയപ്പെടുന്നത്. ശനിയാഴ്ച പുലർച്ചെ മോഷണത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട ഇർഫാനെ കർണാടക പോലീസിന്റെ സഹായത്തോടെ അതേ ദിവസം വൈകിട്ട് ഉടുപ്പിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മോഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മോഷണത്തിന് മാത്രമായി മുഹമ്മദ് ഇർഫാൻ കാറിൽ കൊച്ചിയിലെത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബീഹാറിലെ സീതാമർഹിയിലെ ജില്ലാ പരിഷത്ത് അധ്യക്ഷൻ എന്ന ബോർഡ് വെച്ച കാറായതുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനകളില്ലാതെ കേരളത്തിലെത്തുകയും മോഷണം നടത്തി മടങ്ങുകയുമായിരുന്നു. ജോഷിയുടെ വീട്ടിലെ മോഷണത്തിൽ കൃത്യമായ ഏകോപനമാണ് നടന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാർ എല്ലാം മിന്നൽ വേഗത്തിലാക്കി. വിവിധ സ്റ്റേഷനുകളിലെ CIമാരുടെയും SIമാരുടെയും നേതൃത്വത്തിൽ പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വിമാനത്താവളങ്ങളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും നീങ്ങി. പനമ്പള്ളി നഗർ ഭാഗത്ത് ആക്റ്റീവായിരുന്ന മൊബൈൽ നമ്പറുകൾ കണ്ടെത്തി. കൊച്ചിയിലെ എല്ലാ റോഡുകളിലെയും CCTVകൾ പരിശോധിച്ചു. ഒരു പ്രധാന റോഡിനോട് ചേർന്നുള്ള ഒരു ക്രോസ് റോഡിന് സമീപം പാർക്ക് ചെയ്ത കാറിലേക്ക് ഒരാൾ കയറുന്ന ദൃശ്യം ഇതിനിടെ കിട്ടി. ജോഷിയുടെ വീട്ടിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യവുമായി അതിന് സാമ്യമുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അഭിലാഷ് ജോഷിയുടെ ഭാര്യ വർഷ തിരിച്ചറിഞ്ഞു. ഇതോടെ കള്ളനെയും കാറിനെയും തിരിച്ചറിയുകയായിരുന്നു. മോഷണത്തിന് മാത്രമായി മുഹമ്മദ് ഇർഫാൻ കാറിൽ കൊച്ചിയിലെത്തുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ജില്ലാ പരിഷത്ത് അധ്യക്ഷൻ എന്ന ബോർഡ് വെച്ച കാറായതുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ലാതെ ഇയാൾക്ക് കേരളത്തിലെത്താൻ സാധിച്ചു. ഇയാളുടെ ഭാര്യ അവിടുത്തെ ജില്ലാ പരിഷത്ത് അംഗം കൂടിയാണ്.